ഞാൻ കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രമേശ്, ലതീഷ്, ബിബി, സതീഷ് വിമൽ എന്നിവരാണ് പിടിയിലായത്, അല്ലേ? അതെ. രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് മറ്റുള്ളവർ സ്വർണം കവരുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, അഗൈൻ വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൃഷ്ണ, 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവർ പാലക്കാട്, തൃശൂർ സ്വദേശികളാണ്. ഇവരുടെ അറസ്റ്റ് കൊടുവള്ളി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: രമേശ്, ലതീഷ്, ബിബിൻ, സരീഷ്, വിമൽ. ഇതിൽ രമേശ് എന്ന കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരി, അദ്ദേഹം നൽകിയ കൊട്ടേഷനിലാണ് മറ്റ് 4 പേർ ഈ ഒരു സ്വർണ്ണ കവർച്ച നടത്തിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ രമേശ് പാലക്കാട് സ്വദേശിയാണ്. അയാൾ കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നു. അതിനിടയിൽ ഈ ബൈജുവിന്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു അത് എന്നും പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം. ബൈജു എന്ന കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നയാൾ സ്വർണവുമായി തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വീടിന് സമീപത്ത് വെച്ച് അയാളുടെ സ്കൂട്ടറിൽ ഒരു കാർ ഇടിക്കുകയും തുടർന്ന് ഈ കാറിലെത്തിയ സംഘം ഈ ബൈജുവിന്റെ കയ്യിലുള്ള 1.75 കിലോ സ്വർണവുമായി കടന്നു കളഞ്ഞത്. പിന്നീട് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണത്തിൽ ഈ പ്രതികളെത്തിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി. അത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയായിരുന്നു പോലീസിന്റെ അന്വേഷണം. പിന്നീടാണ് പോലീസിന് ചില ലീഡ് ലഭിക്കുകയും ഇവർ തൃശൂർ, പാലക്കാട് മേഖലയിലുള്ളവരാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, എന്നുള്ളൊരു അനുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 5 പേർ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പോലീസിന് ആദ്യം തന്നെ ഉറപ്പായിരുന്നു ഈ ബൈജുവിന്റെ നീക്കങ്ങളൊക്കെ, ബൈജു എപ്പോൾ വീട്ടിലേക്ക് പോകും, ബൈജുവിന്റെ വീട് എവിടെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. അക്കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഈ അന്വേഷണം രമേശിലേക്ക് എത്തിയത്. ഈ കവർച്ച നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് ബൈജു തൻ്റെ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് പോലും ഈ രമേശ് ബൈജുവുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ ഈ ബൈജു ഇറങ്ങുന്ന സമയം മുൻകൂട്ടി കാണുന്നു. അങ്ങനെ ഈ കവരയാൻ നിൽക്കുന്ന സംഘത്തിന് രമേശ് വിവരം നൽകുന്നു. അങ്ങനെയാണ് ഈ കവർച്ച ആസൂത്രണമായി നടപ്പിലാക്കിയത് എന്നുള്ളതാണ് പോലീസ് നിലവിൽ നൽകുന്ന വിവരം. ഈ 5 പേരെയും തൃശൂർ, പാലക്കാട് മേഖലകളിൽ നിന്നാണ് പിടികൂടിയത്. അവരുമായുള്ള സംഘം ഇപ്പോൾ ഇവിടേക്ക് കൊടുവള്ളിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുമുണ്ട്.